കടവളെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയാവോ? നമ്മുടെ പരിപാടി നമുക്ക് കടകളുടെ കാർ കളക്ഷൻസ് കാണാം. എന്തും രാവിലെ എണീച്ചതിന്റെ കളക്ഷൻ കാണലല്ലേ പരിപാടി? ഇന്ന് പോടാ അവിടെ നിന്ന് എന്റെ കാർ കളക്ഷൻ. എവിടെ നിക്കുന്നത് നിങ്ങളൊക്കെ? ഏത് ഞാൻ എന്റെ സ്വന്തം കസിനോയിലുണ്ട്. കസിനോ വീട് കസിനോ. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോവാ, ഞാൻ അങ്ങോട്ട് വരാം. അതെ, ഇങ്ങനെ തമാശയും കളിച്ചോണ്ടിരുന്നാ പോരാ, പണിയെടുക്കാൻ പോവാ നമ്മള്. ഇങ്ങോട്ട് വന്ന രണ്ടുപേരും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എനിക്ക് മുകുൾസുന്റെ അക്കൗണ്ടില് എത്ര ഉണ്ട് ബാലൻസ്? അക്കൗണ്ടില് 23 lakh ഉണ്ടോ? ഷേ കടവുകളുടെ പോക്കറ്റ് മണി ആയിട്ട് ഒരു 27 ലക്ഷം ഉണ്ട്. പിന്നെ ബാങ്കിൽ കോടികളുണ്ട്. കോടികൾ അതാണല്ലോ നമുക്ക് വേണ്ടത്. കടകള് നമ്മള് പൈസ കുറച്ച് ഇറക്കിയാലേ പൈസ ഇങ്ങോട്ട് കിട്ടത്തുള്ളു. കാശ് എനിക്ക് വിഷയമല്ല. ഏത് വൈബ്? അംബാനി വൈബ്. അതാണ് നമുക്ക് വേണ്ട സംഭവം എന്ന് വെച്ചാല്, എനിക്ക് മിഷൻ എന്തോന്ന് കറക്റ്റ് അറിയത്തില്ല. എന്തോ ജയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നമുക്ക്. എനിക്കൊന്ന് നമ്മള് ജയിലറായിട്ട് എന്തോ നിക്കാൻ പറ്റുമെന്നോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. എന്തോ വലിയ ഡീലാണ് സംഭവം. പക്ഷെ ഇത് തുടങ്ങണമെങ്കിൽ നമ്മൾ എന്തോ ഒരു ഓഫീസ് പോലെ എന്തോ ഒരു സാധനം വാങ്ങണം. അത് എന്തുവാണെന്ന് അറിയത്തില്ല, അത് വാങ്ങിയാലേ അറിയത്തുള്ളൂ. മേടിക്കാം. അതിന് 10-26 ലക്ഷം ആവും. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും പറ്റത്തില്ല. നിനക്ക് ഡെയിലി പൈസ ഉള്ളു, നീ വേണം വാങ്ങാൻ. ഏത് ഓഫീസാണെന്ന് പറ, ചിലപ്പോ എനിക്ക് 4 എണ്ണം ഉണ്ടാവും. അത് ഇതെടുത്ത ഇന്റർനെറ്റ് എടുക്ക്. ഇന്റർനെറ്റ് എടുത്തു. അതിനകത്ത് ബേസ് ബാങ്ക് എടുത്തേ. ബേസ് ബാങ്ക് മറ്റേ ഇതുണ്ടോ, കൈവലങ്ങിന്റെ പടം കണ്ടോ? 23 ലക്ഷം. അടുത്തുള്ള നോക്കണ്ട, 26 ലക്ഷത്തിന്റെ ഏറ്റവും കൂടിയത് അങ്ങ് എടുക്ക്. അത്രേ ഉള്ളു കടവളെ. 26 ലക്ഷത്തിന് വാങ്ങിയ നീ അത്? ഒരു 15 ലക്ഷം വേണ്ടി ഏജൻസിന് പിടിച്ചിട്ട് ഗൺ ലോക്കറിന് 1,27,000 ലക്ഷം ടോട്ടൽ. പൈസ ഒരു വിഷയമുള്ള കേസാണ് കടവള നിനക്ക്. എന്നാ നിന്റെ ഓഫീസിലോട്ട് പോകാം, ഒരു വണ്ടി എടുത്തിട്ട് പോകാം. വണ്ടി എടുത്തു. ഏതാ വണ്ടി? ഏതാ നിനക്കൊക്കെ വണ്ടി ഉണ്ടോ? അടിച്ച് കണ്ടറിയാലോ, അടിച്ചു മാറ്റി. ഏതോ ബോട്ടിന്റെ അടിച്ചു മാറ്റിയ വണ്ടി. സത്യം. പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്കൂട്ട് പുറത്തു പോയിട്ടില്ല. ഞാൻ വളരെ നന്നായിട്ട് വണ്ടി ഓടിക്കും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയേണ്ടിയായിരിക്കും. സൂപ്പർ. ഞാൻ പറഞ്ഞ നാട്ടുകാരായിരിക്കും. പണ്ട് ഇവളുടെ തന്തേക്കിന മറ്റേ ഹോൺ അടിക്കത്തില്ല. ഹോൺ അടിച്ചു കഴിഞ്ഞാല് ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവാന്ന് വണ്ടിയുടെ അത്രയ്ക്ക് അറുപിശക്കനായിരുന്നു. പറയാനും കിട്ടണില്ല. പറയാൻ എന്തേലും വേണം. എനിക്ക് പറയരുത് അന്തയുണ്ട്, നിങ്ങൾക്ക് പറയരുത് അന്തയുണ്ട്. കടവളെ നിന്നെ പറ്റി പറയുന്ന അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല? കടവള നിന്നെ പറ്റി പറയുന്ന കേട്ടോടാ. എനിക്കിത് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല കടവള. നിന്നെ പറ്റി ഒരാളിങ്ങനെയൊക്കെ പറയുമ്പോ അത് നിന്റെ സന്ധ്യക്കിട്ട് പറയുമ്പോ എനിക്ക് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതാണോ പോപ്പ് സ്പിൽസ് ബോട്ടം ഡോളർ? എടാ ഈ മിഷന്റെ പേരെങ്ങനാ? ബോട്ടം ഡോളർ ബെയിൽ എൻഫോഴ്സ്മെന്റ്. ബെയിൽ എന്ന് വെച്ചാൽ ഇതല്ലേടാ? ജാമ്യത്തിലിറക്കാൻ പറ്റുന്ന ടീം അത് തന്നെ. ഇതല്ല മോഡേന്നാണ് പെണ്ണിന്റെ പേര്. കടവുളല്ലേ ഓണർ? ഒന്നും രണ്ടൊന്നുമില്ല. 25 ലക്ഷത്തിന് 50 ലക്ഷത്തിനാവും സാധനം വാങ്ങിച്ച. അപ്പൊ കുറച്ച് സ്ക്രീൻ സ്പേസ് കൊടുക്കാം. മതി കൈ എടുത്തത് കടവുള. Welcome to your new bottom dollar bail enforcement officer. കടവുള്ള അസിസ്റ്റന്റ് ആണ്. കടവുളാണ് ഇവിടുത്തെ ഓണർ. കടവുള് പറയുന്ന പോലെയാണ് ഇനി ഓഫീസ്, മനസ്സിലായ? ഒരു കെട്ടിപ്പിടി പോരാ, കൈ തന്നാ മതി. സാറേ ഇവരെയൊക്കെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാണോ ഈ? ഇതിനാണ് അപ്പം 10-20 ലക്ഷം കൊടുത്തത്. ഏതെങ്കിലും ഗുണമുണ്ടോ അവന്മാര് വിടർന്നിട്ട്? ഏതോ വലിയ ഫയല് നോക്കിയിരിക്കട്ടോ. ഇതെനിക്ക് തോന്നുന്നു മറ്റേ സ്റ്റഡി മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. ഒരുത്തൻ താണ്ട ഇവിടെ ഡെസ്ക്ടോപ്പ് ഓൺ ആക്കിയിട്ട് ചുമ്മാ ആയിരുന്നു കുത്തുന്നത്. ഇവനെയൊക്കെ പിരിച്ചു വിടറാ കടവളെ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. കോടികൾ സാറേ ഓഫീസൊക്കെ ഒന്ന് കണ്ടോട്ടെ. സാറ് നല്ല വെള്ളവടിയാണല്ലോ സാറേ. ഓഫീസ് ടൈമില് വെള്ളവടിയൊക്കെ മോശമല്ലേ സാറേ? നമ്മുടെ സ്വന്തം കമ്പനി ആവുമ്പോ അങ്ങനെ പലതും ആവാലോ. ഏത് മുകുൽസേ വലിയ ഓഫീസറാ. എന്റെ റൂം നോക്കി തടവ് ഉള്ളിക്ക് ഉണ്ടല്ലോടാ ഇതിലും വൃത്തിയുള്ള റൂം.
ഇത് ഇവിടത്തെ ഓഫീസ് വർക്കേഴ്സിന് വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണ. അത് എന്റെ റൂം വഴിയാ. എന്താണത് അവിടെ കേറണ്ട, അത് ഇതേപോലുള്ളവർക്ക് വേണ്ടി സെറ്റ് ചെയ്തതാ. ബെഡിന്റെ കുഷുണ്ടോ? കൊള്ളാം. വർക്ക് എന്താന്ന് നോക്കട്ടെ. ഓക്കെ, ഇതിപ്പം എന്താ റിവാർഡ് 36. ഇത് ബൗണ്ടി ഹണ്ടിങ്ങും അല്ല. നമ്മളിപ്പം ഓക്കെ ഇവന്മാരെ പിടിക്കണം. നമുക്ക് ഏറ്റവും 1,28,000 റെഡ് നോക്കിയടാ. പിടിച്ച് തുടങ്ങുന്നു. ഇതിനേടാ ലോക്കലിനെ പിടിക്കുമ്പോ ബമ്പർ അടിക്കണം, മനസ്സിലായോ? പറയാല്ലേ, അത്രേ ഉള്ളൂ. 1,28,000 അതിനുള്ള വകുപ്പ് അവനുണ്ടോ നോക്കണം. വാ പിടിച്ചോ നീ. ഇത് നമ്മുടെ ഓഫീസിലെ ഫസ്റ്റ് പണി. അങ്ങോട്ട് വെച്ചടി കയറ്റാം, മനസ്സിലായേ? നമ്മൾ തോൽവിയെ പറ്റി ചിന്തിക്കാറ് കൂടിയില്ല. ഇതാണ് നമ്മുടെ വണ്ടി. സംഭവമൊക്കെ കൊള്ളാം. പക്ഷെ ഈ വണ്ടി പിടിച്ചോണ്ട് അവനെ എങ്ങനെ പിടിക്കാനെന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കേറി. ഒരു കുഴപ്പമില്ല, ബോസ് സൈഡിൽ തൂക്കി പിടിച്ചിരുന്നാ മതി. എടാ ഇമേജ് എന്തോ അറ്റാച്ച്മെന്റ് അയച്ചെന്ന് പറഞ്ഞ പെണ്ണുള്ള ബോസേ പണി കൊടുത്താൽ ബോസേ വല്ല പറ്റുക. ഞാൻ എന്റെ റോൾസ് റോയ്സ് വിളിച്ച് വന്നാ മതിയോ? ഇല്ല ബോസ് തൂങ്ങി തന്നെ പറഞ്ഞു ബോസേ. ഇപ്പൊ ഇതാണ് സെൻട്രൽ ജയില്. ഇവന്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. സെൻട്രൽ ജയിലിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്തങ്ങാണ്ടുണ്ട് ആള്. ഇവിടെ പോയിട്ട് നമ്മൾ അതിവിദഗ്ധമായിട്ടാണ് ഓനെ പിടിച്ചത്. ഒന്നും പറ്റില്ല കടകളൊന്നും തോന്നിയില്ല. ഇല്ല വെറുതെ ഇത് മോർട്ടലാണല്ലോ. ഇവിടെയാണോ? അല്ല ഞാൻ പറട്ടെ, ശരിക്കും അവനെയാണ്. അവൻ ഇവനകത്തുണ്ടെന്നാണോ പറയുന്നത്? ഞാനേ പിസ്റ്റലിന് അറിയാൻ പോവാ അവനെ. നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ. സൈലൻസർ ഒക്കെ ഉള്ള പിസ്റ്റലാ. വാടാ മുകുൽസു കടവുൾ കമോൺ. ഒരു മുറി പോലും വെറുതെ വിടരുത്. എല്ലാ മുറിയും എന്റെ തലക്കടിച്ചവൻ എന്റെ തലക്കടിച്ചിട്ടാ ഒരുത്തൻ വന്നിട്ട്. എടാ എന്നെ ഇവിടെ കൊണ്ടിട്ടേക്കുന്നവന്മാര്. എനിക്ക് ഷർട്ടില്ല. അതെ നമ്മളിവിടെ ടൂറിന് വന്നേക്കുമല്ല. നമ്മളൊരു ഓപ്പറേഷൻ നടത്താൻ പോയിട്ട് അവൻ നമ്മളെ അടിച്ചിട്ടാണ് ഇവിടെ നിക്കുന്നത്. എന്നിട്ട് തമാശ കളിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു പരിപാടി നടത്തിട്ട് ആദ്യത്തെ നമ്മുടെ തോൽവിയായിരിക്കും ഇത്. നമുക്ക് തോക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ തിരിച്ചു പിടിക്കണം. കയ്യിലൊരു ഗണ്ണ് പോലും ഇല്ല. എല്ലാമാരും കൊണ്ടുപോയില്ലോടെ കടവളെ കുഴപ്പമില്ല. നോക്കേ മിക്കവാറും മുകളിലുള്ള ആള് കാണും. പയ്യെ പോവാ. എടാ ഇതിവിടെ ഇത് കറണ്ട് അടിക്കുന്നതാണല്ലോടാ. ഓപ്പൺ ദ ഗേറ്റ്. വേറെ വഴിയുണ്ടോ ഇനി? ഇത് ഓഫ് ചെയ്തേ, ഫ്യൂസ് ഓഫ് ചെയ്യ്. എടാ ബുദ്ധിപരമായി ചിന്തിച്ചാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളു. പുല്ലുള്ള അടി മൊത്തം ഞാനാണല്ലോ വാങ്ങുന്നത്. ഓഫായിട്ടില്ല. ഒന്നുകൂടെ ചെയ്യാം. എടാ ഇങ്ങനല്ല. എന്തൊക്കെയോ ഉണ്ട്, വേറെ എന്തോ ഉണ്ട് ഇവിടെ. നമുക്കത് എന്താണെന്ന് ടേബിളൊക്കെ ഒന്ന് അരിച്ചു പറക്കി എന്തെങ്കിലും കാണും. ഒന്നും കിട്ടായിരിക്കും. എവിടെന്തോ എന്തോ ഇവിടെ ഒരു ഇത് കിട്ടി എനിക്ക്. അടിച്ചു പൊട്ടിച്ചാ നീ അത്? അത്രയുള്ള കടകളാ അടിച്ച് തൊലക്കട എല്ലാത്തിനെയും. അവനൊക്കെ കെട്ടിയിട്ട് ആരാന്ന് അവൻ അറിയത്തില്ല. സംഭവം വെച്ചല്ലേ നമ്മളിവിടെ പിടിച്ചിട്ടിട്ട് അവന്മാര് പോയിട്ടുണ്ടെന്ന് തോന്നിട്ടോ. ഇവിടെ ഒന്നും ആരും കാണാനില്ല. എങ്കിലും നമ്മള് ഒന്ന് ശ്രദ്ധിക്കണം. ഫോണെടുത്ത് എവിടെയാണ് ഒന്നുകൊണ്ട് പഠിക്കണ്ട. ഇവിടെ ഉണ്ട് ഫ്രണ്ടിൽ ആടിയടാ. അവിടെ തലയടിച്ച് പൊളിക്കടാ എല്ലാത്തിന്റെയും. ചവിട്ടടാ എല്ലാത്തിനും. എവിടെ ചാവടാ. ഒറ്റ അടിക്കില്ല നീ ഒന്ന് കേട്ടോ. വെള്ളു അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളെ കലിപ്പ് തീരണില്ലല്ലേ.
നീ ഒരു 10 പേരെ കൂടെ പിടിച്ചോണ്ടോന്നാലും അടിക്കും എല്ലാ കൂടെ നമ്മള്. അത്രേ ഉള്ളൂ. ഇനി മോളിലേക്കാണോ പോണ്ടത്? എവിടാന്ന് വെച്ചാ നമ്മള് സേഫ് ആവണം. അപ്പൊ അതിന്റെ വേ ഔട്ട് ഓഫ് ദ ഫാം ആണ്. മെത്തെടുക്കാൻ കാശ് കിട്ടും. എവിടെ 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 എടാ ഞാൻ ഒരു കാര്യം പറട്ടെ. പിസ്റ്റൾ കിട്ടിയല്ലോ. എടാ വീട് ഫുള്ളും സെർച്ച് ചെയ്ത് എന്തെങ്കിലും കിട്ടൂടാ ഇതേപോലെ. നമുക്ക് വെറുതെ കയ്യും വീശി വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട. എന്തെങ്കിലുമൊക്കെ വാരിയിട്ട് ഇറങ്ങിയാൽ മതി. കണ്ണും പിസ്റ്റലൊക്കെ ഇടറാ, തപ്പ് തപ്പ്. കണ്ട് SMG കണ്ട് കിട്ടി. സെറ്റ്. ഇനി ആര് കടാ? യു ഡോണ്ട് ഹാവ് ദ കീ ടു അൺലോക്ക്. എടാ താക്കോല് കണ്ടുപിടിക്കണം കേട്ടോ. ആ തല്ലിക്കൊന്നാരുടെ എന്തെങ്കിലും ഉണ്ടാവും. അതില്ലാണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. വീട് ഫുള്ള് തപ്പിക്കോ. എന്റെ ഡ്രസ്സ് കിട്ടി. എവിടെന്ന് ഇവിടെ റൂമിലുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് ഇവിടെ തന്നെ എന്റെ അടുത്തോട്ടോ. കിട്ടിയാ? സെറ്റ്. AR ഗ്രാബ് ദ മേളിലോട്ടോ. ഇവിടെ ഇതെടുത്തിട്ട് ഇത് മുകളിൽ സൂം വാ. ഞാൻ സ്റ്റെപ്പ് തപ്പിക്കൊണ്ടിരിക്കണം. എടാ പുറത്തൊരുത്തൻ. ആൾക്കാർ വരുന്നടാ. ആകെ 16 ബുള്ളറ്റ് ഉള്ളൂ. എന്റെ 16 ബുള്ളറ്റേ ഉള്ളൂ. മുകളിൽ വന്നേ. കടവള വാ. മോളി കൂടി ഇറങ്ങണം. ഈ മോളി കൂടി ഇറങ്ങാം. ചാടി വേട്ടോ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങാം. അതായിരിക്കും നല്ലത്. വാ എവിടെയാണ്? വാ മുകളിൽ വാടി. എത്തി. ഓക്കെ തുറക്ക്. നിന്റെ കീ എന്നൊക്കെ ഇറക്കാൻ പറ്റും. ഈ വല്ല അടി. സെറ്റ്. അങ്ങനെ അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അമ്മമാരൊക്കെ അല്ലേ. നമ്മള് വെപ്പൻസ് കൂടെ അടുത്ത് ക്രാഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ എനിക്ക് കിട്ടി. എന്റെ കണ്ണെല്ലാം കിട്ടി എനിക്ക്. സെറ്റ്. എടാ ഈ ഏരിയ തന്നെ അവനുണ്ട്. നമ്മള് ഉദ്ദേശിക്കുന്ന ആള്. അവനെ കൊല്ലാതെ പിടിക്കണം. പിസ്റ്റൽ വെച്ചിട്ട് സൈലൻസർ വെച്ച് അടിച്ചല്ലോ അമ്മമാരെ. മുകുൽസു ഓക്കെ എടുക്കും. അമ്മമാരെ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ടിൽ എടുത്തോണ്ട് മറ്റവന് ജീവനോടെ വേണം. അവനെ കാണുവാണെങ്കിൽ വെടിവെക്കല്ലേ. വേറെ ആരും വെടിവെച്ചല്ലോ. എടാ ആളിനെ നോക്കി വെടിവെക്കണേ. മറ്റവനെ കാണാം. മറ്റവൻ ചാവല്ല. അത് അവനോട് നിക്കണം. എവിടെ? ഇത് അവനൊന്നുമില്ല. ഇതല്ല ഇങ്ങനല്ല മുടിയല്ല. വാ ഇനിയുണ്ടോ ആൾക്കാർ? ചത്രാവൻ. ചെറിയൊരു കയ്യബദ്ധം പറ്റിയടാ. കുഴപ്പമില്ല. ഇവനൊന്നും ജീവനോടെ ഇരിക്കേണ്ടവനല്ല. മനസ്സിലായി? അങ്ങനെ വിചാരിച്ചാ മതി കേട്ടോ. മറ്റവനെ ജീവനോടെ അവനെ കാണുവാണെങ്കിൽ വെടിവെക്കല്ലേ. 1 ഏക്കർ അപ്പുറത്ത് നിന്നോണ്ട് ആളിനെ കാണാൻ പറ്റിയില്ല. വെടിയും വെച്ച് പോയി. ആളും ചത്തുപോയി. പുല്ല്. വണ്ടി എടുത്തോണ്ട് പോവാ. ഞാൻ അടുത്ത് ബോഡി എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൊണ്ട് പിടിക്കണ്ട. ആളെ എത്തിട്ടുണ്ടെങ്കിലും ബോഡി കറക്റ്റായിട്ട് എന്റെ കയ്യിലുണ്ട്. വണ്ടിയിലിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. സെറ്റ്. മറ്റേ പെണ്ണുമ്പിള്ളയോട് വിളിച്ചു പറ ഒരു കയ്യപ്പത്തിൽ ആളി എത്തുവായിരുന്നു. എടാ എനിമീസറാ. ഇതിനകത്ത് എനിമി കൊല്ലവനെ. മുകുൽസു കൊന്നിട്ടുണ്ട്. വെടിയുണ്ട. 10,000 കടകളില് 10,000 പാലിന് 12,000 ഇരിക്കെ. എന്തിന്? 1.5 ലക്ഷം രൂപയുടെ പരിപാടിയായിരുന്നു. നിങ്ങളാണ് കൊണ്ട് കൊളാക്കി. നിങ്ങൾക്ക് 1 ഉറുപ്പിക തരാൻ വേണ്ട. 10,000 നിങ്ങൾക്കല്ല, ഞങ്ങൾക്കാണ്. കൊണ്ട് കൊളാക്കിട്ട് ഡയലോഗ് അടിച്ചിട്ടാണ്. അത് ശരിക്കും പറഞ്ഞാ ചാവണ്ടവനെ കൊല്ലു തന്നെ വേണം. അതിനകത്ത് പൈസ നോക്കിയിട്ട് കാര്യമില്ല. മനസ്സിലായ? പിന്നെ നിങ്ങളെ അമ്മേന്റെ കുട്ടിയെ കഴിവില്ലാത്ത പണിക്കാരനെ പിരിച്ചുവിടുക തന്നെ വേണം. എടാ ഉണ്ട കൊള്ളാതിരുന്നൊന്നുമല്ലല്ലോ. ഉണ്ട കൊണ്ടുപോയി. അതിപ്പോ എന്റെ പ്രശ്നമാണ്. സാധാരണ കൊള്ളാതിരിക്കണേ. അതുകൊണ്ടാണ് വിളിച്ചോണ്ട് പോയത്. കണ്ട ഹി ഗോട്ട് ബെറ്റർ ദാൻ ഹി ഡിസേർവ്ഡ് എന്ന്. അത് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലെങ്കിൽ അകത്തിരിക്കുന്ന ആ തള്ളക്ക് എന്നെ മനസ്സിലായി. ചക്കര കൊടുക്കടാ. ശവപ്പെട്ടി പണിഞ്ഞു വെക്കാൻ പറഞ്ഞിട്ടാ ഞാൻ വന്നേക്കുന്നത്. ചപ്പട്ടി
ആ ബോഡി ബോഡി പേര് മാറ്റി അടിച്ചേക്ക്. ആളുടെ ജീവനൊന്നും കേട്ടിട്ടുണ്ട്. ബോഡി കറക്റ്റായിട്ട് കിട്ടിയല്ലോ അതുപോലെ. മോർച്ചറി കൊണ്ടുപോകണ ശരിക്കും നമ്മള് പോലീസിന് ശരിക്കും പറഞ്ഞാൽ ലീഗൽ ആയിട്ടുള്ള ഒരു ജോബാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ കടവള. അതിനകത്തൊരു ഇല്ലീഗലായിട്ട് അവനെ കൊന്നു, അത് കുഴപ്പമില്ല, പോട്ടെ, ചാവണെന്നാലും ചാവും. അത്രേ ഉള്ളു കടവള. അങ്ങനെ അങ്ങ് എടുത്താൽ മതി. 50 ലക്ഷത്തിന് സാധനം വാങ്ങിച്ചിട്ട് വളരെ നഷ്ടമാണല്ലോ കടവള. ഇതിപ്പോ വെച്ച ഉണ്ടയുടെ പൈസ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. അല്ലെങ്കിലും നമുക്ക് ഒരിക്കലും ഒരു മിഷൻ വെച്ച് ഒരാളെ വിലയിരുത്താൻ പറ്റത്തില്ല. കളി ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. വാ മനസ്സിലായോ? ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ബാലം വന്നില്ലല്ലോ. അവനങ്ങാട് കയറ്റി വിടണ്ട. സാറ് കേറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല കടവളെ. അടുത്ത മിഷൻ അതാണ് കളി. എന്റെ ശരിയായ കഴിവെന്താന്ന് ഞാൻ കാണിച്ചു തരാം. നീ തുടങ്ങ. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥ. ഇനി ടീച്ചർ ബാക്കി